ഹായ് ഗൈസ് +2 മാത്സിൽ ഓൺ എക്സാമിന് വരുന്ന 5 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ചാനലിൽ പുതിയതാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 5 ചാപ്റ്ററിലെയും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. സോ ഫസ്റ്റ് ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം നോക്ക്. ആർ ബി എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് എ 1 2 3 എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ റിലേഷൻ തന്നത് 1 1 2 2 3 3 ആണ്. നിങ്ങളോട് ചോദിച്ചത് ദെൻ ദ റിലേഷൻ ആർ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആൻഡ് ഇക്വലൻസ് റിലേഷനാണ്. അപ്പോൾ നമ്മൾ മൂന്നും ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. 1 1 2 2 3 3 ഉണ്ടല്ലോ. 1 1 2 2 3 3 ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് ഇതെന്തായാലും റിഫ്ലെക്സീവാണ്. നമ്മൾ റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ 1 1 തല തിരിച്ചിട്ടാലും 2 2 തല തിരിച്ചിട്ടാലും 3 3 തല തിരിച്ചിട്ടാലും കിട്ടുന്നത് അവിടെ ഉണ്ട്. സോ അതുകൊണ്ട് ഇതെന്താ സിമെട്രിക്കും ആണ്. അപ്പോൾ നിങ്ങൾ റീസൺ ആയിട്ട് എ ബി ആൻഡ് ബി എ ബിലോങ്സ് ടു ആർ എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ 1 1 1 1 ബിലോങ്സ് ടു ആർ എന്ന് എഴുതിയാലും മതി. ആൻസർ കറക്റ്റാണ്. പിന്നെ ട്രാൻസിറ്റീവ് ആണോ നോക്കണമെങ്കിൽ ഇവിടെ 1ൽ എൻഡ് ചെയ്തു 1 സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പെയറില്ല. 2ൽ എൻഡ് ചെയ്തു 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പെയറില്ല. 3ൽ എൻഡ് ചെയ്തു 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പെയറില്ല. അതായത് എ ബി റിലേഷനിലുണ്ട്, ബിയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ എൻഡ് ചെയ്തു ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരാൾ റിലേഷനിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസിറ്റീവാണ്. അപ്പോൾ എ ബി ബിലോങ്സ് ടു ആർ ബട്ട് ബി സി ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോൾ ഇതെന്താണ് ട്രാൻസിറ്റീവാണ്. സോ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഇക്വാലൻസ് റിലേഷൻ. മൂന്നും കൂടി ആണെങ്കിൽ നമ്മൾ അതിനെ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയും. ഇനി അതേപോലെ ഇതിൽ നിന്ന് വേറൊരു ടൈപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതായത്. അതായത് ഒരു റിലേഷൻ നിങ്ങൾക്ക് ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ തരും. എന്നിട്ട് ആ റിലേഷൻ്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് കേട്ടോ ഇവിടെ തന്നത്. ദിസ് ഈസ് സെറ്റ് ബിൽഡർ ഫോം. ഈ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് നിങ്ങളോട് അതിനാദ്യം ചിലപ്പോൾ ചോദിക്കുക റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. നിങ്ങൾ ഈ ആറിനെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു നോക്ക്. കണ്ടീഷൻ y = 2x - 1 എന്നാണ് സെറ്റ് ബിൽഡർ ഫോമിലുള്ളത്. ഈ എക്സ് നിങ്ങൾ എടുക്കേണ്ട വാല്യൂസ് ഈ സെറ്റിലുള്ളതാണ്. വൈയും എന്തായാലും ഈ സെറ്റിലുള്ളതാകണം, കാരണം ഈ സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ എക്സും വൈയും ഒക്കെ എന്തായാലും നിങ്ങളുടെ എ എന്ന് പറയുന്ന സെറ്റിലുള്ളതാണ്. ഞാൻ ആദ്യം ഇത് നോക്ക്. y = 2x - 1 എന്ന് പറഞ്ഞതിൽ എക്സിന് പകരം 1 കൊടുത്ത് നോക്കി. എക്സിന് പകരം 1 കൊടുത്ത y കിട്ടുക 2 × 1 - 1, അതായത് 2 - 1 1. എക്സ് 1 ആകുമ്പോൾ വൈയും 1. എക്സ് 2 എടുത്താൽ 2ൻ്റെ ഡബിളിൽ നിന്ന് 1 കുറച്ചത്, അതായത് 4 - 1 3 ആ കിട്ടുക. 3 എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിന് 2 × 3 6 6 - 1 5 ആ കിട്ടുക. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് 4 എടുത്താൽ എനിക്ക് കിട്ടുക 2 × 4 8 8 - 1 7 ആണ്. പക്ഷേ അത് കൊടുക്കാൻ പറ്റില്ല, കാരണം 7 ഇതിലില്ല. സോ ഇത്രയും മതി നമ്മളുടെ ആ റിലേഷനിൽ ഓർഡേയുടെ ബേസ്. ഇനി ഇതിൻ്റെ ഡൊമെയിൻ ചോദിച്ചാലോ, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻസിൻ്റെ സെറ്റ് അല്ലേ. അപ്പോൾ 1 2 3 ആണ് ഡൊമെയിൻ. റേഞ്ച് ചോദിച്ചാലോ 1 3 5. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് 1 3 5. സിമ്പിൾ കാര്യം, അത് മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ അടുത്തത് ഇത് ഇക്വാലൻസ് റിലേഷൻ ആണോ അല്ലേന്ന് ചോദിക്കും. ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? നിങ്ങൾ ആദ്യം നോക്ക്. ഡിഫൈൻ ചെയ്ത സെറ്റ് 1 2 3 4 5 6. 1 1 ഇതിലുണ്ട്, പക്ഷേ 2 ഇതിലുള്ളത് കൊണ്ട് 2 2 കൂടി വേണ്ടിയിരുന്നു. 2 2 ഇത് റിലേഷനിലില്ല, അപ്പോൾ റിഫ്ലെക്സീവ് ആവില്ല. ആൻഡ് അടുത്തത് 2 3 ഉണ്ട്, തല തിരിച്ചിട്ടാൽ കിട്ടേണ്ട 3 2 വേണ്ടിയിരുന്നു. 3 2 ഇതിലില്ല. 2 3 ബിലോങ്സ് ടു ആർ ബട്ട് 3 2 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. നോട്ട് സിമെട്രിക്, സിമെട്രിക് അല്ല. ഇനി അതേപോലെ 2 3 ഉണ്ടല്ലോ, 3ൽ എൻഡ് ചെയ്തു 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 5 ഉണ്ട്. അപ്പോൾ ഈ 2ഉം 5ഉം ചേർത്തിട്ട് ആര് വേണം? 2 5 വേണം. 2 5 റിലേഷനിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താവില്ല, റിഫ്ലെക്സീവ് അല്ല. നമുക്ക് ട്രാൻസിറ്റീവ് ആവില്ല. അപ്പോൾ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇത് മൂന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെന്ത് പറയും? ഇക്വാലൻസ് റിലേഷൻ അല്ല എന്ന് പറയും. മൂന്നും ആണെങ്കിൽ മാത്രമേ അത് ഇക്വാലൻസ് ആകൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഈ ടൈപ്പ് ചോദ്യങ്ങൾ പഠിക്കാം. പിന്നെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ബൈജക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, അതേപോലെ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തത് എന്നുള്ളതും. നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ് f(x) = 2x ആണ്. ഈ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം എന്ത് ചെയ്തോ, ആരോ ഡയഗ്രം വരച്ചുകൊണ്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. f(x) എന്ന് പറഞ്ഞാൽ 2x ആണ്, അതായത് y = 2x ആണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് നാച്ചുറൽ നമ്പർ, ഞാനൊരു നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് കൊടുത്തു. രണ്ടാമത്തതും നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് കൊടുത്തു. 2x എന്നല്ലേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്, അതായത് എക്സ് എന്താണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ, അതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ y. അപ്പോൾ x 1 എടുത്താൽ y 2, 2 എടുത്താൽ 4, 3 എടുത്താൽ 6, അങ്ങനെയാണ് നമുക്ക് കിട്ടുക. സോ അതാദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങളോട് ഇത് 1 1 ആണോ ഓൺ 2 ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ 1 1 ആണോ ഓൺ 2 ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട സമയത്ത് 1 1 ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എഴുതുന്ന ഈ ഒരു സെറ്റിൽ ആദ്യത്തെ ആൾക്കാർക്ക്, അതായത് ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഒരേ ഒരു ഇമേജ് വേണം. ഒരേ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ അതെന്താവും, ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഒരേ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ ആവും. അപ്പോൾ ഇത് ബേസിക്കലി ഫംഗ്ഷനാണ്.
പക്ഷേ ഇത് 1 ഫംഗ്ഷൻ ആണോ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? 1 ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യമുള്ള ഈ സെറ്റിലുള്ള എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാം. ആദ്യമുള്ള ഈ സെറ്റിലുള്ള എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 1ൻ്റെ ഇമേജ് 2 ആണ്, 2ൻ്റെ ഇമേജ് 4 ആണ്, 3ൻ്റെ ഇമേജ് 6 ആണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണ് ഈ ഒരു സെറ്റിലുള്ളത്. അതുകൊണ്ട് ഇതെന്തായാലും 1 ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമല്ല. 1 ഫംഗ്ഷൻ കൺഫേംഡ്. ഇനി രണ്ടാമത്തത് ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിലോ ഈ സെറ്റിലുള്ള എല്ലാവർക്കും ഇവിടെ പ്രീമേജ് വേണം. 1ന് പ്രീമേജ് ഇല്ല, 3ക്ക് പ്രീമേജ് ഇല്ല, 5ന് പ്രീമേജ് ഇല്ല. അപ്പോൾ എല്ലാവർക്കും പ്രീമേജ് ഉണ്ടെങ്കിൽ അത് ഓൺ ടു ആകും. അപ്പോൾ 1, 3, 5നൊന്നും പ്രീമേജ് ഇല്ലാത്തത് കൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു അല്ല. 1 ആണ് ബട്ട് നോട്ട് ഓൺ ടു. അപ്പോൾ ഇത് ബൈജക്റ്റീവ് ആവോ? ഇല്ല, രണ്ടും കൂടി ആണെങ്കിലേ ബൈജക്റ്റീവ് ആവും. അത് ശ്രദ്ധിക്കട്ടോ. ആൻഡ് അടുത്തത് ഇത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ്റെ ചോദ്യം നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നോക്കിക്കോ. എഫ് ഓഫ് എക്സ് സൈൻ എക്സ്, ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? എഫിൻ്റെ ഉള്ളിൽ എക്സ് വന്നാൽ അത് സൈൻ എക്സ് എന്ന് എഴുതാം. എഫിൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ വന്നാൽ ആ സൈൻ എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താണോ അത് കൊടുത്താൽ മതി. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് സ്ക്വയർ എന്നാണ് കിട്ടുക. എക്സിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ ഉള്ളിലുള്ളത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എങ്ങനെയായിരിക്കും ഇത്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താ? സൈൻ എക്സ്. അപ്പോൾ ജി ഓഫ് സൈൻ എക്സ് എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് ജി ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ, അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിൻ്റെ സ്ക്വയർ. സോ നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സിന് പകരം റീപ്ലേസ് ചെയ്തപ്പോൾ സൈൻ എക്സ് എന്ന് കിട്ടി. അപ്പോൾ ജി ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണോ ഇതിൻ്റെ ഉള്ളിലുള്ളത് അതിൻ്റെ സ്ക്വയർ. അപ്പോൾ സൈൻ എക്സിൻ്റെ സ്ക്വയർ എന്നാണ് നമ്മൾ കൊടുക്കുക. അത്ര മാത്രം മതി കേട്ടോ. ഇനി അടുത്ത നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്ക്, ഫസ്റ്റ് സൈൻ ഇൻവേഴ്സ് 1/2. നിങ്ങൾ ഏത് ആംഗിളിൻ്റെ സൈൻ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് 1/2 കിട്ടുക? π/6 അല്ലെങ്കിൽ 30 എടുക്കുമ്പോഴാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ 30. പിന്നെ സൈൻ ഇൻവേഴ്സ് -1/√2 ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സൈൻ ഇൻവേഴ്സ് -x വന്നാൽ നമ്മൾ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതുക. അതേ ഫോമിലാണ് ഇവിടുത്തത് എഴുതിയത്. സൈൻ ഇൻവേഴ്സ് -1/√2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ π/4 മൈനസ് π/4. ടാൻ ഇൻവേഴ്സ് -x വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എഴുതുക മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് -1 വന്നാൽ മൈനസ് ടാൻ ഇൻവേഴ്സ് 1 എഴുതും, അതായത് -π/4. സിമ്പിൾ. ഇനി കോസ് ഇൻവേഴ്സ് -x വന്നാലോ? അത് ശ്രദ്ധിക്കണം. കോസ് ഇൻവേഴ്സ് -x വന്നാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു π മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ π മൈനസ് ഈ കോസ് ഇൻവേഴ്സ് -1/2 അല്ലേ. അപ്പോൾ പൈ മൈനസ് ഈ മൈനസ് ഒഴിവാക്കിയുള്ള ബാക്കിയുള്ളത് കോസ് ഇൻവേഴ്സ് 1/2 അങ്ങനെ എഴുതും. ഈ കോസ് ഇൻവേഴ്സ് 1/2ൻ്റെ വാല്യൂ π/3 60. അപ്പോൾ നമ്മുടെ π മൈനസ് π/3 എന്ന് ആൻസർ വരും. സിംപ്ലിഫൈ ചെയ്താൽ 2π/3. അങ്ങനത്തെ ചോദ്യങ്ങൾ പഠിച്ചു വെക്കണേ. ആൻഡ് അത് വെച്ചിട്ടും ടോട്ടലായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതൊക്കെ 2 മാർക്കും 3 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ടാൻ ഇൻവേഴ്സ് 2 cos 2 സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. നിങ്ങൾ ആദ്യം ഈ സൈൻ ഇൻവേഴ്സ് 1/2 ഉള്ളിലുള്ളത് ചെറുതാക്കി വരിക. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ 30, അതായത് π/6. അപ്പോൾ 2 × π/6 എന്ന് ഇത് മാറ്റിയതാണ്. ഇനി ഈ 2ഉം 6ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ π/3 എന്ന് കിട്ടും. ആ π/3 നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അത് 2 cos π/3 എന്നാണ് വന്നത്. ഇനി ഉള്ളിലുള്ളത് cos π/3 ആണ്. cos π/3ൻ്റെ വാല്യൂ 1/2 ആണ്. അപ്പോൾ 1/2 കൊടുത്തു. പിന്നെ ഉള്ളത് 2 × 1/2 എന്നാണ്. ആ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തൊക്കെ പിന്നെ 1 ഉണ്ടാവുക. ഇപ്പോൾ ആൻസർ നോക്ക്, ടാൻ ഇൻവേഴ്സ് 1 ആണ്. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താ? π/4. ഇങ്ങനത്തെ കുറച്ച് ടൈപ്പ് പ്രിൻസിപ്പൽ വാല്യൂസ് വെച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നെ സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3ൻ്റെ വാല്യൂ സിമ്പിളാണ്. നിങ്ങൾ ഇത് ചെയ്യണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ നിങ്ങൾ എഴുതണമെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമ്മളുടെ കണ്ടീഷൻ എന്താ? ഈ എക്സ് ബിലോങ്സ് ടു -π/2 to π/2 ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ -90ൻ്റെയും 90ൻ്റെ ഇടയിലാണോ നോക്കുക. അല്ല, ഈ പൈക്ക് പകരം ഒന്ന് 180 കൊടുത്താൽ കറക്റ്റ് മനസ്സിലാവും. 180/3 60. അപ്പോൾ 2 × 60 120 ഇതിൻ്റെ പുറത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് കട്ട് ചെയ്ത് 2π/3 എഴുതിക്കൂടാം. അപ്പോൾ നിങ്ങൾ ഈ 2π/3 മാറ്റണം. 2π/3 നിങ്ങൾ പൈയുടെ ടേമിലേക്ക് വരുന്ന ഇങ്ങനെ മാറ്റണം. π മൈനസ് π/3 എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ മാറ്റാമെന്നതാണ് ഇവിടെ ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ അത് മനസ്സിലാവും. ഡിനോമിനേറ്ററിലുള്ള നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ന്യൂമറേറ്ററിലുള്ള 2 അതിൻ്റെ ഏറ്റവും അടുത്ത് വരുന്നത് ഏതാണെന്ന് നോക്കുക, 3 ആണ്. അപ്പോൾ 2π നിങ്ങൾ 3πൻ്റെ ടേമിൽ എഴുതുക. അപ്പോൾ 3π - π/3 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ π - π/3 കിട്ടും.
അപ്പോൾ ഇതിന് പകരം നിങ്ങൾ പൈ മൈനസ് പൈ ബൈ 3 കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, പൈയുടെ മൾട്ടിപ്പിൾ വന്നാൽ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യൂല, സൈൻ തന്നെയാണ് വരിക. അപ്പോൾ സൈൻ പൈ ബൈ 3 എന്ന് കിട്ടും, സൈൻ പൈ ബൈ 3. ഇനി നോക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ 3 നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ നല്ല റെഡിക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ സൈൻ പൈ ബൈ 3ൻ്റെ വാല്യൂ നമുക്കത് 60 എന്ന് എഴുതാം. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് √3/2 വന്നിട്ട് പൈ ബൈ 3 വരും. അങ്ങനെയാണ്. പക്ഷേ ബേസിക്കലി അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ആലോചിച്ച് വെക്കുക. ഓക്കെ, പൈ ബൈ 3 അങ്ങനെ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ കിട്ടും. കാരണം ഈ വാല്യൂ 90-ൻ്റെയും -90-ൻ്റെ ഇടയിലാണ്, അത്രമാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് 2x × √1 - x² = 2 സൈൻ ഇൻവേഴ്സ് x എന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിന് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കണം. എക്സിന് ഇവിടെ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്ക്, വാല്യൂ മീൻസ് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സൈൻ സംതിങ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഇവിടെ എക്സിന് പകരം ഇത് ഷോ ചെയ്യല്ലേ, എക്സിന് പകരം നിങ്ങൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സിന് പകരം സൈൻ തീറ്റ കൊടുക്കുന്നത് നല്ലത്. എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ ഈ തീറ്റ അവിടെ വെച്ചാൽ സൈൻ ഇങ്ങോട്ട് വരും, അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. നമ്മളിവിടെ LHSൽ എക്സിന് പകരം സൈൻ തീറ്റ കൊടുത്തു നോക്കും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ × √1 - sin² തീറ്റ എന്ന് കിട്ടും. 1 - sin² തീറ്റ എന്ന് പറഞ്ഞാൽ cos² തീറ്റ. നിങ്ങൾക്കറിയാം sin² തീറ്റ + cos² തീറ്റ = 1 അല്ലേ. അപ്പോൾ 1 - sin² തീറ്റ എന്ന് പറഞ്ഞാൽ cos² തീറ്റ. അപ്പോൾ ഇതിന് പകരം cos² തീറ്റ റീപ്ലേസ് ചെയ്തു, സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2 സൈൻ തീറ്റ cos തീറ്റ എന്ന് കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് ഉള്ളിടത്തൊക്കെ സൈൻ തീറ്റ കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടിയത്. ഇനി സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്താൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ കിട്ടി. അതും നിങ്ങൾക്കറിയാം. സൈൻ 2 തീറ്റയുടെ ഒരു എക്സ്പ്രഷനാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. എന്താണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ? സോ നമ്മളവിടെ 2 സൈൻ തീറ്റ കോസ് തീറ്റ കൊടുത്തു. അപ്പോൾ സൈൻ 2 തീറ്റ ആൻസർ കിട്ടി. ഇനി സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്തു പോയാൽ 2 തീറ്റ കിട്ടും. ആൻഡ് തീറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സൈൻ ഇൻവേഴ്സ് എക്സാണ്. അപ്പോൾ 2 × സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഇതല്ലേ RHSും ഷോ ചെയ്യാനുള്ളത്. അത്രേ ഉള്ളൂ. ഈ ചോദ്യത്തിൻ്റെയൊക്കെ ആൻസർ നോക്കട്ടോ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻസേഴ്സ് ഇവിടെ എഴുതിയത് കൊണ്ട് നിങ്ങളത് ചെക്ക് ചെയ്യുക. പിന്നെ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ മെട്രിസസ് എന്ന് പറഞ്ഞാൽ 3rd ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് വരും. അത് വരുന്നത് ഇങ്ങനെ, ഇതൊരു 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് 4 പൊസിഷൻ ഉണ്ടാവും, A11, A12, A21, A22. അപ്പോൾ നമ്മൾ A എന്ന് പറഞ്ഞ് വെറുതെ എഴുതി. ഇതിലെ ജനറൽ എലമെൻറ്റ് AIJ തന്നത് നോക്ക്. ഒരു ജനറൽ ഫോമാണ്, എലമെൻറ്റിൻ്റെ ജനറൽ ഫോം I + 2j² ആണ്. അപ്പോൾ A11 കാണുമ്പോൾ ഐക്ക് പകരം 1ഉം ജെക്ക് പകരം 1ഉം കൊടുത്തിട്ട് നിങ്ങളത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9/2 കിട്ടും. A12 കാണുമ്പോൾ ഐക്ക് പകരം 1ഉം ജെക്ക് പകരം 2 ആണ്. അത് ഈ ഇക്വേഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ 25/2 കിട്ടും. അതേപോലെ A21 കൊടുക്കുക. അപ്പോൾ ഐക്ക് പകരം 2ഉം ജെക്ക് പകരം 1ഉം കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. A22 കൊടുക്കുമ്പോഴും നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ഇതെല്ലാം കൂടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, A എന്ന് പറയുന്ന മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്താൽ മതി. നിങ്ങളിവിടെ ഇത് ആൻസർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇതിനിപ്പോൾ 2/2 പകരം 2/3 ചോദിക്കാം, 3/2 ചോദിക്കാം. ഇവിടെയുള്ള ഈ സംഭവം ജനറൽ ഫോമിൽ ഐൻ്റെയും ജെൻ്റെയും അവിടെ തരുന്ന ആ ഒരു സംഭവം മാറിയേക്കാം. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കുക. പിന്നെ ഈ ചാപ്റ്ററിന് എന്തായാലും ഷുവറായിട്ട് ചോദിക്കുന്നതാണ് എക്സാമിന്. ഒരു മെട്രിക്സ് A തന്നിട്ട് അതിനെ സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാനുള്ളത്. അതായത് ഇത് നിങ്ങൾ എങ്ങനെയായാലും മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, A എന്ന് പറയുന്ന മെട്രിക്സിന് ഒരു സിമെട്രിക് മെട്രിക്സ്, അതായത് ½ × A + A ട്രാൻസ്പോസ്, ഇതൊരു സിമെട്രിക് മെട്രിക്സാണ്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ½ × A - A ട്രാൻസ്പോസ്, ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സാണ്. ഇത് രണ്ടിൻ്റെയും സമ്മാക്കിയിട്ട് എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ നിങ്ങൾ ആദ്യം A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടിയാൽ ആദ്യം അതിൻ്റെ ട്രാൻസ്പോസ് കാണുക. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോയിലുള്ള എലമെൻസിനെ പിടിച്ച് കോളാക്കി ചെയ്തു. സെക്കൻഡ് റോന് സെക്കൻഡ് കോളാക്കും, തേർഡ് റോന് തേർഡ് കോളാക്കും. എന്നിട്ട് എയും A ട്രാൻസ്പോസും കൂടി ആഡ് ചെയ്യുക. കാരണം ഇവിടെ ഒരു A + A ട്രാൻസ്പോസ് ഉണ്ട്. അതിൻ്റെ ഹാഫ് കാണുക. അതിൻ്റെ ഹാഫ് കണ്ടാൽ, അതായത് ഹാഫ് കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ½ × A + A ട്രാൻസ്പോസ് കിട്ടി. അതേപോലെ എയും A ട്രാൻസ്പോസും സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ A - A ട്രാൻസ്പോസ് കിട്ടും. കിട്ടിയ മെട്രിക്സിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും പകുതി എടുത്താൽ നിങ്ങൾക്ക് ½ × A - A ട്രാൻസ്പോസും കിട്ടും. ½ × A + A ട്രാൻസ്പോസിൻ്റെയും ½ × A - A ട്രാൻസ്പോസിൻ്റെയും സമ്മ എഴുതിയാൽ A കിട്ടണം. അതാണ് ഷോ ചെയ്യേണ്ടത്. ½ × A + A ട്രാൻസ്പോസും ½ × A ട്രാൻസ്പോസും ആഡ് ചെയ്ത് നോക്ക്. രണ്ടും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്കൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സ് അല്ലേ നിങ്ങളുടെ A എന്ന് ചെക്ക് ചെയ്യുക ആയിരിക്കും. അപ്പോൾ അത് = A എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ കഴിഞ്ഞു. 4 മാർക്ക് കിട്ടും. എന്തായാലും പഠിച്ചിരിക്കണം. ആൻസർ എഴുതിയ വേ ഇവിടെ നിന്ന് നോക്കുക. ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ. പിന്നെ ഡിറ്റർമിനൻ്റ് എന്നുള്ളതാണ്. ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണാൻ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്തു തരാം. ആൻഡ് ഇത് ചോദ്യം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സുകളുടെ കോർഡിനേറ്റ് തരും. നോക്ക്, ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വെർട്ടീസസ്. 3 വെർട്ടെക്സുകൾ തന്നാൽ നിങ്ങൾ ആ വെർട്ടെക്സുകളാണ് x1 y1 എന്നും x2 y2 എന്നും x3 y3 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക.
എന്നിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ഇത് പഠിക്കണേ, ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് x1y11 x2y21 x3y31. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹാഫ് കൊണ്ട് നിങ്ങൾ ആ x1y1 x2y2 x3y3 റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കാണുക. ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ അഥവാ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് ഹാഫ് ഇൻറ്റു 4 ചെയ്തിട്ടാണ് 2 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. ഒരു അബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഏരിയ പോസിറ്റീവ് കിട്ടും. അല്ലാതെ ഏരിയ നെഗറ്റീവ് ആയി പോട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഇവിടെ ഒരു ഇൻവേഴ്സിൻ്റെ ക്വസ്റ്റ്യനോട് ഞാനിവിടെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് തന്നെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, പ്രത്യേകം ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട് ആൻഡ് എ ഇൻവേഴ്സ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, ആദ്യം എ ഇൻവേഴ്സ് കണ്ടെത്തുക. എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ ഇതാ 1/ഡിറ്റർമിനൻ്റ് ഇൻറ്റു അഡ്ജോയിൻ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് വെച്ചിട്ട് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്തുക. ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്താൻ നിങ്ങൾക്കറിയാം, ഒരു 3/3 മെട്രിക്സ് വന്നാൽ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്താനുള്ളത് ഞാൻ മെത്തേഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്താം. എന്നിട്ട് അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അഡ്ജോയിൻ്റ് കൂടി കണ്ടെത്തണം. കാരണം എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/ഡിറ്റർമിനൻ്റ് ഇൻറ്റു അഡ്ജോയിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ അഡ്ജോയിൻ്റ് കണ്ടെത്തണമെങ്കിൽ ഈസി ആയിട്ട് കോഫാക്ടർ മെട്രിക്സ് എടുത്ത് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ് വേണ്ടത്. കോഫാക്ടർ മെട്രിക്സ് എങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്താമെന്നറിയോ, ഒരു മെട്രിക്സ് 4 തവണ എഴുതുക. 4 തവണ എഴുതിയിട്ട് ഇങ്ങനെ 4 തവണ എഴുതിയിട്ട് ബൗണ്ടറി എലമെൻറ്റ്സ് കട്ട് ചെയ്യുക. ബൗണ്ടറി എലമെൻറ്റ്സ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഓരോ 4 എലമെൻറ്റ്സും തമ്മിലുള്ള ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു കോഫാക്ടർ മെട്രിക്സ് കിട്ടും. ആദ്യം ഇത് 4 ഈ 4 എണ്ണം വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണാം. അപ്പോൾ അതിൻ്റെത് 0. ഇത് 4 എണ്ണം വെച്ച് ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണാം 2. ഇത് 4 എണ്ണം വെച്ച് ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണാം. അപ്പോൾ 1. പിന്നെ അടുത്ത ഈ 4 എണ്ണം വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ 4 എണ്ണം വെക്കുക. പിന്നെ ഈ 4 എണ്ണം വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കിട്ടും. ഈ ഡിറ്റർമിനൻറ്റ് വാല്യൂ നിങ്ങൾ ആ കോഫാക്ടർ മെട്രിക്സിൽ ഓരോ എലമെൻ്റ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് കോഫാക്ടർ മെട്രിക്സ് എഴുതിയിട്ട് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ അഡ്ജോയിൻ്റ് കിട്ടും. ഈ ഒരു മെത്തേഡൊക്കെ കറക്റ്റ് മനസ്സിലാക്കട്ടോ. ആൻഡ് ഈ ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്ന അഡ്ജോയിൻ്റ്, അപ്പോൾ 1/ഡിറ്റർമിനൻ്റ് -1 ആണ് ഇൻറ്റു അഡ്ജോയിൻറ്റും നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളോട് ഇവിടെ പറഞ്ഞു നോക്ക്, യൂസിങ് എ ഇൻവേഴ്സ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എയും എക്സും ബിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റണം. എ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ സമയത്ത് എ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കോയിഫിഷ്യൻറ്റ് 2 - 3 5 3 2 - 4 1 1 - 2. അത് തന്നെ ഈ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ആ മെട്രിക്സും. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി ചെയ്താൽ മതി. ബി എന്ന് പറഞ്ഞാൽ ഈ 3 എലമെൻറ്റ്സ് ഒരു മെട്രിക്സ് ആക്കി ഇരുന്നത്. ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ XYZ എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സ്. അപ്പോൾ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. എന്നിട്ട് നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ അത് തന്നെയാണ് നമ്മളോട് പറയുക, നിങ്ങൾ ഇത് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എന്താണ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി? അപ്പോൾ എ ഇൻവേഴ്സ് എന്താണെന്ന് കണ്ടെത്തണം. അത് നമ്മൾ ഓൾറെഡി ആ മെട്രിക്സിൻ്റെ തന്നെ വെച്ചിട്ട് കണ്ടെത്താനുണ്ടായിരുന്നു, കണ്ടെത്തി. ഇനി എങ്ങനെയാണ് ബി കണ്ടെത്തുക? എങ്ങനെ ബി കണ്ടെത്തും? ബിയും നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ആ എ ഇൻവേഴ്സും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/-1 ഇൻറ്റു ആ മെട്രിക്സ് ഇൻറ്റു ബി. സിമ്പിൾ. പിന്നെ നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ആദ്യം ഇവിടെ ചിലപ്പോൾ വേറെ നമ്പറൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഡിനോമിനേറ്ററിൽ ചിലപ്പോൾ 17 അതേപോലെ 10 ഒക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ചെയ്യേണ്ട, ആദ്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. നോക്ക്, ഈ റോയും ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടൂലേ? ഈ റോയും ഈ കോളത്തിലെ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ സെക്കൻഡ് എലമെൻറ്റ് കിട്ടൂലേ? ഈ റോയും ഈ കോളും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ തേർഡ് എലമെൻറ്റ് കിട്ടൂലേ? അപ്പോൾ ആൻസർ ഇതിൻ്റെത് വരുന്നത് -1 -2 -3 ആണ്. പുറത്തൊരു 1/-1 ഉണ്ട്, അതായത് -1. ഇതിനെ നിങ്ങൾ ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ് എന്ന് പറഞ്ഞാൽ XYZ അല്ലേ, അതിൻ്റെ വാല്യൂ 1 2 3 കിട്ടും. അപ്പോൾ x = 1 y = 2 z = 3. കഴിഞ്ഞു. സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻറ്റ് പഠിച്ചിരിക്കണം. അടുത്തത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും എക്സ്പെക്റ്റ് ചെയ്തോ. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് ഒരു ഫംഗ്ഷൻ ഇങ്ങനെ തരും, എന്നിട്ട് അത് കണ്ടിന്യൂസ് ആണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്ന് പറയും. എന്നിട്ട് ഇവിടുത്തെ കെൻ്റെ വാല്യൂ കണ്ടെത്താൻ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. രണ്ടും സെയിം തിങ്. നിങ്ങൾ ആദ്യം ഏത് പോയിന്റിലാണ് കണ്ടിന്യൂസ് നോക്കുക? 5ൽ. അപ്പോൾ 5 എന്ന് പറയുന്ന പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ 5ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 5ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ നോക്കുക? അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 - f of x. 5നേക്കാളും കുറവാകുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ നോക്ക്? x 5നേക്കാളും കുറവാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ kx + 1. അപ്പോൾ ഇവിടെ f of xന് പകരം kx + 1 കൊടുക്കുക.
എന്നിട്ട് എന്താ ചെയ്യുക, എക്സ് ഉള്ള സ്ഥാനത്ത് ഈ 5 അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ k × 5+1 എന്ന് കിട്ടും. അതായത് 5k+1 അതാണ് LHL. ഇതും RHL ഈക്വൽ ആയിരിക്കും. അപ്പോൾ RHL എങ്ങനെ കണ്ടെത്തുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5 + f(x) ആൻഡ് 5+ എന്ന് പറഞ്ഞാൽ എന്താണ്, RHL എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ കേട്ടോ. അത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ആൻഡ് f(x) എക്സ് 5നേക്കാളും കൂടുതലാണ് 5+ കൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പോൾ f(x)ന് പകരം 3x - 5 കൊടുത്താൽ മതി. എക്സിന് പകരം നിങ്ങൾ ഇതാ നോക്കണേ, എക്സിന് പകരം പിന്നെ 5 കൊടുത്താൽ 3 × 5 - 5 15 - 5 10 എന്ന് കിട്ടും. സിമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് അതും കിട്ടി. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ, അതായത് LHLും RHLും ഈക്വൽ ആണ്. എന്തുകൊണ്ട്, f(x) ഈസ് കണ്ടിന്യൂസ്. f(x) കണ്ടിന്യൂസ് ആണ് എവിടെ, അറ്റ് x = 5-ൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ kൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ kൻ്റെ വാല്യൂ നമ്മൾ അങ്ങനെ കണ്ടെത്തുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഓക്കെ. പിന്നെ ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ് തന്നത്. അതായത് വൈയുടെയും എക്സിൻ്റെയും ടേമിൽ മിക്സ് ആയിട്ടുള്ള ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ട് ഭാഗത്തും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുക 2x, y² വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. dy/dx ആണ് കണ്ടെത്തേണ്ടത്. y² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2y കിട്ടുക. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഇവിടെ എക്സിന് പകരം സാധാരണ രീതിയിൽ എക്സിന് പകരം വന്നത് y ആണ്. അപ്പോൾ y കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ dy/dx കൂടി ഇട്ട് കൊടുക്കണം. a² ഇതൊരു കോൺസ്റ്റൻറ്റാണ്. കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 കിട്ടുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളത് ഈ 2x ഞാൻ ഇങ്ങോട്ട് എടുത്താൽ 2y dy/dx എന്ന് പറഞ്ഞാൽ -2x കിട്ടും. dy/dx അല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ dy/dx = -2x / 2y എന്ന് കിട്ടും. 2 2 കട്ട് ചെയ്യാം. അപ്പോൾ -x/y കിട്ടും. എന്ത്, dy/dx. പഠിച്ചിരിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നുള്ള ഒരു ടൈപ്പ് സാധനമാണ് ഇങ്ങനെ പാരാമെട്രിക് ഫോമിൽ തരുന്ന ചോദ്യം. നോക്ക്, പാരാമെട്രിക് ഫോമിൽ എഴുതേണ്ടത്. അതായത് dy/dx കാണാൻ പറയും, എക്സും തരും വൈയും തരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, dy/dx കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, dy/dt / dx/dt. അതിനാദ്യം നിങ്ങൾ dy/dt കാണും. അതായത് y cos 2t cos 2tനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -sin 2t കിട്ടും. പക്ഷേ ടിക്ക് പകരം 2t വന്നതുകൊണ്ട് അതിനെ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 2 കിട്ടും, -2 sin 2t. അപ്പോൾ ഇതാണ് dy/dt. അപ്പോൾ ഇതിന് പകരം -2 sin 2t എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ sin tനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos t കിട്ടും. അപ്പോൾ അതായത് dx/dt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താ, cos t ആണ്. അപ്പോൾ ഇത്ര മതി ആൻസർ. sin 2t/cos t നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ dy/dx കിട്ടും. ഈ ഒരു ടൈപ്പ് സാധനങ്ങൾ ഒരുപാടുണ്ട്, മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യം ഒരു ഫംഗ്ഷൻ തന്നു, y എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇവിടെ ഇങ്ങനെ ഷോ ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾ ഒന്നെങ്കിൽ d²y/dx² കണ്ടിട്ട് അതിനെ y കൊണ്ട് ആഡ് ചെയ്തിട്ട് =0 ആണെന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെ y തന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക 3 കോൺസ്റ്റൻറ്റ്. ഓക്കെ, cos xൻ്റെ ഡെറിവേറ്റീവ് -sin x. അപ്പോൾ -3 sin x. -4 കോൺസ്റ്റൻറ്റ്, sin xൻ്റെ ഡെറിവേറ്റീവ് cos x. അപ്പോൾ ഇതാണ് dy/dx. ഇതിനൊന്നുകൂടി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d²y/dx² കിട്ടും. -3 ഓക്കെ അവിടെ നിൽക്കട്ടെ, sin xൻ്റെ ഡെറിവേറ്റീവ് cos x. ഓക്കെ, -4 അവിടെ നിൽക്കട്ടെ, cos xൻ്റെ ഡെറിവേറ്റീവ് -sin x. അപ്പോൾ മൈനസ് കൂടി +i +4 sin x എന്ന് വരും. നമ്മളിവിടുന്ന് മൈനസ് പുറത്തെടുത്താലുണ്ടല്ലോ, മൈനസ് പുറത്തെടുത്താൽ നമുക്ക് ഉള്ളിൽ 3 cos x -4 sin x എന്ന് കിട്ടും. അപ്പോൾ ഇത് ആക്ച്വലി ആരാ, ഇത് നിങ്ങളുടെ y തന്നെയാണ്. അപ്പോൾ എനിക്കിത് അവിടെ -y എന്ന് എഴുതുന്നതിന് തെറ്റില്ല. അപ്പോൾ ഞാൻ d²y/dx² എന്ന് പറഞ്ഞാൽ -y എന്ന് എഴുതി. ഈ -y ഇങ്ങോട്ട് എടുത്തപ്പോൾ +y എന്നായി ആൻഡ് =0. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് നോക്ക്, d²y/dx² ഇത് +y ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്ക്. -3 cos x + 3 cos x ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു, =0 കിട്ടും. അങ്ങനെ എഴുതിയാലും പ്രശ്നമല്ല. സോ ഇത്രയും സാധനങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ എഴുതി വെച്ചതുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്തോ, പഠിച്ചോ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോ, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ബാക്കിയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ രാത്രി എജുപോർട്ടിൻ്റെ ലൈവിൽ വന്നാൽ മതി. നമ്മളവിടെ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ കാണാം. ബൈ.